അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ 43ാമത്തെ ദിവസമാണ്. ഇപ്പോൾ രാവിലെ തന്നെ അവർക്ക് കൊടുത്ത പാട്ടാണെങ്കിൽ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാസകളാൽ ഒരു പൊന്മല നീയ. ഈ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനൊന്ന് പറഞ്ഞതാണ്. നല്ല ഒരു തുള്ളി കളിക്കാനൊക്കെ നല്ല ഒരു രസമുള്ള ഒരു പാട്ടാണല്ലോ. ഈ പാട്ടിന് ശേഷം എല്ലാവരും നല്ല പാട്ടായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം നമ്മൾ വീടിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും നടക്കും. ആ കൂട്ടത്തിലാണ് ജിൻഡോ കൃഷിയുടെ അടുത്ത് പോയി ചോദിക്കുന്നത്, അപ്പോൾ എന്നെ പവർ ടീമിൽ എടുക്കത്തില്ല അല്ലേ? അപ്പോൾ കൃഷി പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, എടുക്കത്തില്ല, അങ്ങനൊന്നും ഇല്ല, എടുക്കാനും ചാൻസ് ഉണ്ടെന്ന രീതി പറഞ്ഞു. പിന്നെ എന്താ കാരണം എന്നെ പവർ ടീമിൽ എടുക്കല്ല? എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ജിൻഡോ വീട്ടിലെ ക്യാപ്റ്റനായിരുന്നു, ഇനി അടുത്ത് വന്നിട്ട് നമ്മുടെ ശ്രീതു ആണല്ലോ ആകുന്നത്, ക്യാപ്റ്റനാണല്ലോ. അപ്പോൾ ജിൻഡോയുടെ ക്യാപ്റ്റൻഷിപ്പ് കഴിഞ്ഞു. അപ്പം ജിൻഡോയ്ക്ക് എന്താണെന്ന് ഇനി അടുത്ത് പവർ ടീമിൽ കയറി പറ്റാലേ ആ ഒരു എന്താ ഒരു ഗത്തുള്ളൂ. ഗത്ത് മീൻസ് പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഒരു പിടിവള്ളിയുള്ളൂ. അത് കാരണം ജിൻഡോ ഇപ്പോൾ ആ ഒരു ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയും ഇനി പവർ ടീമിലൊന്ന് കയറാൻ പറ്റുമെന്ന്. പക്ഷേ ജിൻഡോ എങ്ങനെയും കയറി പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ കയറ്റത്തില്ലെന്ന് ചിലരവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം അവരെല്ലാവരും പവർ ടീമിലുള്ളവരുടെയൊക്കെ അഭിപ്രായം എല്ലാവരും ചോദിച്ചിട്ടാണല്ലോ പൊതുവായ ഒരു തീരുമാനത്തിലാണല്ലോ എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേന് എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ജിൻഡോയ്ക്ക് കയറി പറ്റാൻ പറ്റുമെന്ന് അതിനകത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ശ്രീരേഖയും നമ്മുടെ സിബിനും കൂടെ ഒരിടത്ത് ഇരിക്കുന്നു. സിബിൻ മാറി ഒഴിഞ്ഞ് ഒരിടത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രീരേഖ പോയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പവർ ടീമിൽ നിന്ന് ഇപ്പോൾ സിബിനെ ലാലേട്ടൻ വന്നിട്ട് പുറത്താക്കിയല്ലോ ഈ ആ ഒരു ഇഷ്യൂ കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. അപ്പോൾ ആ ഇഷ്യൂ കൊണ്ട് അപ്പോൾ അതിൽ സിബിന് നമ്മൾ നോക്കുമ്പോൾ വളരെ മനപ്രയാസമുള്ള മാതിരിയുണ്ട്, മുഖത്ത് ടെൻഷനും പ്രശ്നമൊക്കെ ഉള്ള മാതിരിയുണ്ട്. അപ്പോൾ ശ്രീരേഖ അവിടെ പോയി ഇരിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ശ്രീരേഖ ഇപ്പോൾ പവർ ടീമിലേക്ക് കയറിയിട്ടുമുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് ശ്രീരേഖ പറയുന്നപ്പോൾ ഈ സിബിൻ പവർ ടീമിൽ ഇല്ലാത്തത് കൊണ്ട് സിബിനെ മാതിരിയൊക്കെ ഓരോ പ്ലാനുകൾ പവർ ടീമിൽ ചെയ്യാനൊക്കെ ഉദ്ദേശമുണ്ട്. അതിനിപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്തെങ്കിലും അഡ്വൈസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന മാതിരി ആയിരിക്കും ശ്രീരേഖ അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ സിബിൻ പറയുന്നു അതിന് താല്പര്യമില്ലാത്ത മാതിരി മുഖം അങ്ങനെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ. അവർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സിബിൻ പറയുന്നു ഇല്ല എനിക്ക് താല്പര്യമില്ല, ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനും അങ്ങനെയുള്ള ഒരു താല്പര്യമില്ല. ആകെ മൂഡ് ഔട്ടായ മാതിരിയാണ് ഇപ്പോൾ അവരുടെ ഒരു സംസാരം കാണുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ പൂജയാണെങ്കിൽ ബെഡിൽ തീരെ വയ്യാതെ ഇരിക്കുകയല്ല കിടക്കുകയല്ല, ഇങ്ങനെ ചാരി പുറകിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ, നമ്മൾ അത്ര ബലം കൊടുക്കാതെ അങ്ങനെ ഇരുന്നിട്ട് കരയുന്നു. എന്താണ് പുറം ഈ നടുവിന് വേദനയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അടുത്താണ് ശരണ്യുണ്ട്. ശരണ്യ ഇങ്ങനെ പതുക്കെ തടവി കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൂജ നന്നായിട്ട് കരയുന്നുണ്ട് വേദന കൊണ്ടുള്ള ഒരു ഇത്. അപ്പോൾ അത് ഇന്നലെ എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അത് ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശരണ്യ ആശ്വസിപ്പിക്കുന്ന പൂജ പറയുന്നു എനിക്ക് അല്ലേ തോന്നി ഇങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു മനസ്സിലെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൂജയ്ക്ക് നേരത്തെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിവിടെ വന്ന് ഈ ടാസ്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലൊക്കെ വന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. അത് കുറച്ചിപ്പം ഇളകിയെന്ന് തോന്നുന്നു. ഇളകിയെന്നാൽ ഇങ്ങനെയാണല്ലോ നടുവിന് വേദനയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലേ അത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ടാസ്കിലൊക്കെ ഏർപ്പെടുമ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇതാന്ന് തോന്നുന്നു. നന്നായിട്ട് കരയുന്നുണ്ട്, നല്ല വേദനയുണ്ട്. ഇപ്പം അവിടേക്കാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സിബിൻ വിഷമിച്ചൊക്കെ അവിടെ ഇരിക്കുമായിരുന്നല്ലോ. സിബിൻ ആരോടും കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇന്നലെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞതിന് ശേഷം വഴക്ക് പറയുന്നത് മാത്രമല്ല ഈ പവർ ടീമിൽ നിന്ന് ഔട്ടാക്കി സിബിനെ. പിന്നെ അല്ലാതെ വന്ന് 2 ആഴ്ചത്തേക്ക് നോമിനേറ്റും ചെയ്തിട്ടുണ്ട്, ഓപ്പൺ നോമിനേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് നോമിനേഷൻ. അപ്പോൾ ഈ ഡയറക്റ്റ് നോമിനേഷനെക്കാട്ടിലും ഈ പവർ ടീമിൽ നിന്ന് വെളിയിൽ പോയി വിട്ടല്ലോ, അതാണ് സിബിൻ അതാണ് എഫക്റ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ വഴക്ക് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു. ആ പവർ ടീമിൽ നിന്ന് വിടണ്ടായിരുന്നു. പവർ ടീമിൽ നിന്ന് വിട്ടതായി ഇപ്പോൾ സിബിന് വലിയ പ്രശ്നമായി. ഈ പവർ ടീമിൽ കയറി കൂടുക എന്ന് പറയുന്നത് അതങ്ങ് ഈസി ആയിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇനി അതിനകത്ത് നിന്ന് നമുക്ക് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാനൊരു പവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ ടീമിലേക്ക് വരുമ്പം ഈ മറ്റുള്ളവർ നമ്മളെ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യണം. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ മാനസികാവസ്ഥ ഒരു വല്ലാത്ത, പിന്നെ ഇത്രയും ആൾക്കാരൊക്കെയൊക്കെ ഈ ചെയ്ത തെറ്റിൽ ഒരു പശ്ചാത്താപം ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവരുടെ മുമ്പിൽ ലാലേട്ടൻ, അപ്പോൾ അത് വഴക്ക് പറയേണ്ട കാര്യമുണ്ട്. വഴക്ക് പറയാതൊന്നും ഇരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അറിയാതെ പറ്റിപ്പോയതാണെങ്കിലും അത് ലാലേട്ടൻ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പവർ ടീമിൽ നിന്ന് മാറ്റിയതായി സിബിന് ഇത്ര ഒരു മെൻ്റലി ഡൗൺ ആകാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പം പൂജയ്ക്ക് ഈ വേദന അതറിഞ്ഞിട്ടായിരിക്കും സിബിൻ ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ട് നല്ല വേദനയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നല്ല വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പൂജ. അപ്പോൾ ശരണ്യയും സിബിനും കൂടെ അവിടെ നിന്ന് ഞാനത് ബെഡ്റൂമിലല്ലായിരുന്നു അവരിരുന്നത്. അവർ വന്നിട്ട് വേറൊരു ഭാഗത്തൊരു ബെഡ് പോലത്തെ അവർ ഇരിക്കുന്ന എന്തോ ഒരു സാധനം അവിടെ ആയിരുന്നു അവർ. പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇവർ രണ്ടും കൂടെ താങ്ങി പിടിച്ചുകൊണ്ട് പോയിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഓപ്പൺ ഏരിയയുടെ ഒരു സൈഡിൽ നമ്മുടെ സായിയും സിബിനും കൂടെ ഗബ്രിയും കൂടെ ഇരിക്കുന്നു. 3 പേരും അവിടെ ഇരിക്കുന്നു. ഈ സിബിനാണെങ്കിൽ ഭയങ്കര ഡൗൺ ആണ്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പോയി ആശ്വസിപ്പിക്കുക പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സായിയൊക്കെ പറയുന്നു വീടാ അതൊന്നും മനസ്സിലിട്ട് ഇത്ര ഇതാക്കാതെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. പിന്നെ പറയുന്നു ലാലേട്ടൻ ആദ്യം വഴക്ക് പറഞ്ഞപ്പോൾ ഗബ്രിക്ക് ഇതുപോലൊക്കെ ആയിരുന്നു എന്ന മാനസികാവസ്ഥ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ആയപ്പോൾ പിന്നെ അതങ്ങ് മാറി. അതുകൊണ്ട് അത് വലിയ ഇതാക്കണ്ടാണ്. എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് ജാസ്മിൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മാനസികമായിട്ട് എന്തോ പ്രശ്നം ഡൗൺ ആവുന്നത്, അല്ലാതെ ആര് പറഞ്ഞാലും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്ന വേറെ ആരെയല്ല, ഈ ക്യാമറയും ഈ വീട് മൊത്തം എനിക്ക് ഒരുമാതിരി തോന്നുന്നു, ഒരുമാതിരി ഒരു ഭയമാകുന്ന പോലാണ് പറയുന്നത്. സായി പറയുന്ന വിടടാ അതൊക്കെ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. സായി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിബിൻ പറയുന്നില്ല എനിക്ക് വെളിയിൽ പോയാലും എനിക്ക് എൻ്റെ കാര്യം നോക്കാനറിയാം, ഇവിടെ നിൽക്കണം. അല്ലെ ഇത് മാത്രമല്ല ബിഗ് ബോസിൽ വന്ന് കളിച്ചിപ്പോൾ നേടണമെന്നുള്ളതല്ല എന്നുള്ള രീതിയിലാണ് സിബിൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വെളിയിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ. സായി പറയുന്നു വിടടാ വെളിയിലെത്തത് ഇതും കൂടെ ഇത് ചെയ്തത് അത് വേറൊരു ഇത്. അപ്പം സിബിനോട് ഇല്ല എനിക്ക് ഇവിടുത്തെ ഒരിത് എനിക്ക് താല്പര്യമില്ല എന്നുള്ള മട്ടി പറയുന്നു. വെളിയിലാണ് എനിക്ക് മെയിനായിട്ട് ഇത്. വെളിയിൽ പോയാൽ അങ്ങനെ ഇങ്ങനെ വെളിയിലുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ഇവിടുത്തെ ഇത് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ട് സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം സിബിന് കാര്യമായിട്ട് എന്തോ ഇതായിപ്പോയി. ലാലേട്ടൻ വന്ന് ഈ പണിഷ്മെൻ്റ് കൊടുത്തു, ബിഗ് ബോസ് ഈ പവർ ടീമിൽ നിന്ന് ഔട്ടാക്കി. ഇതിന് ശേഷം സിബിൻ ആകെ ഡൗൺ ആയിപ്പോയി. നമ്മളതിന് മുമ്പ് വരെ കണ്ട സിബിനല്ല, പിന്നെ വേറൊരു സിബിൻ്റെ ഒരു ഇതാണ് നമ്മളവിടെ കാണുന്നത്. ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് ഡൗൺ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ ഈ ഒരു പ്രശ്നം വന്ന് ഫേസ് ചെയ്ത് അതിനെ ധൈര്യമായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഇത് മാത്രമല്ലല്ലോ, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് സ്വയം ഞാൻ തന്നെ ചോദിച്ചു പോകുന്നതാണ് ഈ ഒരു ഇത് കണ്ടിട്ട്. ഈ ഒരു ഇത് ലാലേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് അല്ലെ പവർ ടീമിൽ നിന്ന് ഔട്ടാക്കിയതൊക്കെ സിബിന് ഇത്രയ്ക്കും എഫക്റ്റായി. ഞാനത് തെറ്റെന്നൊന്നുമല്ല പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ മാനസിക നിലയിലൊക്കെ വ്യത്യാസമുള്ളവരാണല്ലോ ഏതൊരു മനുഷ്യരും. അപ്പം ഇത് ഇങ്ങനെ വന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? എനിക്ക് എന്താണെന്ന് ഇത് ധൈര്യത്തോടെ ഫേസ് ചെയ്ത് വരണ്ടേ? അതാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. അവിടെ സിബിന് എന്തിനാ തളർന്നു പോകുന്നറിയത്തില്ല. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു പവർ ടീമിൽ നിന്ന് ഔട്ടാക്കിയതാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഇതായി വരണോ? ഒന്നാമത് അത് സിബിൻ ചെയ്ത ഒരു ആംഗ്യ ഭാഷ ചെയ്തൊരു തെറ്റ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് ന്യായമായ ശിക്ഷയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുമെന്നാണ് ഞാൻ ചോദിച്ചു പോകുന്നത്.
അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു പവർ ടീമിൽ നിന്ന് ഔട്ടാക്കുമെന്ന് സിബിൻ വിചാരിച്ച് കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും സിബിൻ അത്ര എഫക്റ്റ് ആയെന്ന് എനിക്ക് അത് തോന്നുന്നത്. പിന്നെ ലാലേട്ടൻ വഴക്ക് പറയാന്ന് പറഞ്ഞാൽ അത് വന്ന് സിബിനെ വഴക്ക് പറഞ്ഞു. അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു അവിടെ പലരെയും പല സമയത്തും ഇങ്ങനെ ലാലേട്ടൻ എല്ലാ സീസണിലും പറയുമല്ലോ. അപ്പം അതങ്ങനെ. പിന്നെ എനിക്ക് തോന്നി ഇനിയും അവിടെ വേറെ ആൾക്കാരൊക്കെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ലാലേട്ടനൊന്നും കൂടുതൽ ആക്ഷൻ എടുക്കാതെ ഇതൊക്കെ ചെയ്തത് കൊണ്ട് മാത്രമാണ് സിബിനെയൊക്കെ ഈ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ശിക്ഷ കൊടുത്തത് കൊണ്ടാണോ അതാണോ ഈ സിബിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് ഈ മാനസികമായിട്ട് ആകെ അങ്ങ് താഴെ പോയി ആ ഒരു ലെവലിലേക്ക് ആകാൻ കാരണമൊന്നും അറിയത്തില്ല. അതൊരു വല്ലാത്ത സിബിൻ്റെ ഇത് നോക്കുമ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പൂജയ്ക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് കരയാണ്. എല്ലാവരും ഒത്തുകൂടി പൂജയുടെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കാൻ നോക്കുന്നുണ്ട്. ഒരു തരത്തിൽ പൂജയ്ക്ക് പറ്റുന്നില്ല. അവർ ഇരുത്താനും കിടത്താനും നിർത്താനും നടത്താനും നോക്കിയാൽ പൂജയ്ക്ക് കാലങ്ങോട്ട് ഒരു ചൂടങ്ങോട്ട് ഉറപ്പിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഈ കസേരയിലെടുത്ത് കട്ടിലിൽ നിന്ന് കസേരയിലോട്ട് പതുക്കെ കൊണ്ടുപോയി ഇരുത്താൻ നോക്കിയാൽ ഭയങ്കരമായിട്ട് വേദനിച്ച് കരയുന്നുണ്ട്. ഭയങ്കര വേദന. നമ്മൾക്കാണെങ്കിൽ പൂജയുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ചുവട്ടടി അങ്ങോട്ട് കുത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് അവർ ഈ തലകണ വെച്ചിട്ട് കസേരയിൽ ഇരുത്തി ഇങ്ങനെ തലകണ ഇങ്ങനെ ചാരിയൊക്കെ വെച്ചിട്ട് ഇരുത്തുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല. പൂജ പറയുന്നു എനിക്ക് കിടന്നാൽ മതി എന്ന് പറയുന്നു. അപ്പം പിന്നെ ഒരു തരത്തിലും പറ്റുന്നില്ല. പിന്നെ അവർ പതുക്കെ ഒരു വിധത്തിൽ എല്ലാവരും കൂടെ താങ്ങി പിടിക്കാൻ പറ്റുന്നില്ല. താങ്ങി പിടിക്കുമ്പോൾ അതും വേദന. അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് മെഡിക്കൽ സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യമായി അവിടെ ഉണ്ട്. പക്ഷേ ബിഗ് ബോസിൻ്റെ അനുവാദം വേണമല്ലോ. ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് ഇതുവരെ ഈ പൂജയുടെ കാര്യത്തിലൊന്നും പറയുന്നില്ല. കാര്യം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഡോക്ടറെയും അങ്ങനെയുള്ള ഇതൊക്കെ ചിലപ്പം ഡോക്ടർ ഒക്കെ വിളിച്ച് വരുത്തണമല്ലോ. അപ്പം അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ തന്നെ ഇപ്പം എനിക്ക് തോന്നിയത് പൂജ ലേഡി ആയത് കണ്ട് എനിക്ക് തോന്നുന്നു ലേഡി ഡോക്ടറൊക്കെ വരേണ്ട സമയമുണ്ട്. പിന്നെ ഡോക്ടർ വരുന്നുണ്ട്. അപ്പം അത് ലേഡി ഡോക്ടറായിരുന്നു വന്നിരിക്കുന്നത്. കൂടെ വേറെയും ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ലേഡി ഡോക്ടർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ജെൻസൊക്കെ ആയിരുന്നു. അപ്പം ഒരു 4 പേരെങ്ങാണ്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നു. അപ്പോൾ ഇവർ വരുന്നതിന് മുമ്പേ ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പേ അനൗൺസ് ചെയ്തു ബിഗ് ബോസ് പിന്നെ ഡോക്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് മാറണം. പൂജ മാത്രം മതിയെന്ന്. പിന്നെ അപ്സരയെ കൂടെ ഒരാളെ അവിടെ അറ്റൻഡറായിട്ട് ഒരാൾ വേണമെന്നായിരിക്കും. അതിന് അപ്സരയെ നിർത്തിയിട്ടുണ്ടായിരുന്നു പൂജയുടെ അടുത്ത്. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയതിന് ശേഷം പിന്നെ അവർ സ്ട്രെച്ചറിൽ അവർ വളരെ പതുക്കെയൊക്കെ സ്ട്രെച്ചറിലെടുത്തിട്ട് അവിടെ നിന്ന് പോയി. അത് സ്റ്റോർ റൂം വഴി അവർ വെളിയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഈസിയും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. മറ്റേ സ്റ്റോർ റൂം വഴി അങ്ങനെയൊന്നും പോകുന്ന വഴിയല്ല ആരും പോവുകയും വരികയും ചെയ്യുന്നത്. അത് ഇവർക്ക് മാത്രമേ ബിഗ് ബോസ് വീട്ടിനകത്തെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആ ഒരു ടീമുണ്ടല്ലോ അവരെ മോളിൽ അവർക്കൊക്കെ മാത്രമാണെന്ന് തോന്നുന്നു ഈ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും കൊണ്ടുവയ്ക്കും. ഈ മെമ്പേഴ്സൊക്കെ അറിയാതെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങനെയുള്ളൊരു ഏരിയ. അപ്പോൾ ബാക്കിൽ കൂടെ ഉള്ള ഡോറ് വന്ന് അവർക്കുള്ളത്, അല്ലാതെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവർക്ക് ഉള്ളതല്ല. അപ്പോൾ അതുവഴിയാണ് പൂജയെ കൊണ്ടുപോയേക്കുന്നത്. പിന്നെ അതിനുശേഷം ഇതേ സമയം തന്നെ അപ്പുറത്ത് എന്തെന്ന് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സിബിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിൽ അങ്ങനെ ഉഴറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അവിടുന്ന് പിന്നെ ഈ ഡോറുണ്ടല്ലോ മെയിൻ ഡോറിൻ്റെ അവിടെ സിബിൻ അവിടെ പോയി ഇരിക്കുന്നു. അവിടെ ഇരുന്നിട്ട് മുഖം പൊത്തി കരയുന്നു, വിങ്ങി കരയുന്നു. ഈ പൂജ അറിയാത്തത് കൊണ്ട് അവരെല്ലാം അവിടെ നിന്ന് പൂജയുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഇവിടെ സിബിൻ പൂജയുടെ കാര്യം ശ്രദ്ധിക്കാത്തതൊന്നുമല്ല. ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴും അത് സിബിന് അതിലും വിഷമമുണ്ടെങ്കിലും സിബിൻ്റെതായ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മാനസികമായ ഒരു പ്രശ്നത്തിൽ സിബിൻ ഇങ്ങനെ കഷ്ടപ്പെടുവാണ്. അപ്പോൾ ആ മെയിൻ ഡോറിൻ്റെ അവിടെ തുറന്ന് വെളിയിൽ പോകുന്നൊരു ആണല്ലോ, ആ മെയിൻ ഡോറിൻ്റെ അവിടെ പോയിരുന്ന് കരയാണ്. ബിഗ് ബോസ് എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുന്നു, മുഖം പൊത്തി കരയുന്നു, വിങ്ങി കരയുന്നു. നമുക്കത് കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ് സിബിന് എന്ന് നമുക്കത് മനസ്സിലാവുന്നു. ലാസ്റ്റ് ബിഗ് ബോസിനോട് പറയുന്നു, ബിഗ് ബോസ് എന്നെ കൺസ്ട്രക്ഷൻ റൂമിലേക്കേലും ഒന്ന് വിളിക്കാൻ പറയുന്നു. പിന്നെ ഉടൻ തന്നെ ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിൽ വരാൻ പറയുന്നു. അങ്ങനെ സിബിൻ ഓടി അവിടെ പോകുന്നു.
പോവുകയാണ്. അവിടെ പോയി ഇരുന്നപ്പം ബിഗ് ബോസ് പറയുന്നു ഒരു ഇച്ചിരി നേരം റിലാക്സ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ കുറച്ച് സമയം സിബിൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കുമ്പോഴും എന്തോ സിബിൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. മുഖം പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. എന്തോ സിബിൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഈ ചില സിബിൻ അവിടെ വന്നിട്ട് ഈ ദേഷ്യപ്പെട്ട ഈ ജാസ്മിനോടാണല്ലോ ദേഷ്യപ്പെട്ടിട്ട് കൈകൊണ്ട് ഏതോ ഒരു ആക്ഷൻ കാണിച്ചതിൻ്റെ പേരിലുള്ള പണിഷ്മെൻ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ എതിരാളിയാണല്ലോ അപ്പോൾ ജാസ്മിനും. അപ്പോൾ അങ്ങനെ ജാസ്മിനെ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഗബ്രി അങ്ങനെ ജാസ്മിനെ ഉള്ള അനുഭാവികളൊക്കെ എന്തായാലും അവരുടെ കൂടെ ജാസ്മിൻ്റെ പക്ഷമാണല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരു എതിരാളികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ വന്നിട്ട് ലാലേട്ടൻ കൊടുത്ത പണിഷ്മെൻറ്റുകൾ അതിലൊക്കെ വന്നിട്ട് അതൊക്കെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നിയിട്ട് ഇങ്ങനെ സംഭവിച്ചാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം ചില ആൾക്കാർക്ക് അങ്ങനെ എതിരാളികളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ആകുമ്പോൾ അത് മൈൻഡ് ഭയങ്കരമായിട്ട് അത് ഇതാവും. എല്ലാവരുടെയും ചിന്തകളും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പക്ഷേ എന്താന്ന് വെച്ചാൽ ഈ സമൂഹം എന്ന് പറയുന്ന ഒരുപാട് എല്ലാ ആൾക്കാരും അടങ്ങിയതാണല്ലോ. അപ്പോൾ അത് ഓരോ മനുഷ്യരും ഓരോ വിധം എല്ലാവരും ഒരുപോലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഒരിടത്തൊരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും ഒരു കാര്യത്തെക്കുറിച്ച് 10 വിധമായിരിക്കും ചിന്തിക്കുന്നത്. അതിൽ ഒരാൾ നല്ലതെന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ വേറൊരാൾ അത് നെഗറ്റീവായിട്ട് പറയും. എല്ലാവരും ഒരുപോലെ എല്ലാ കാര്യവും ഒരു നല്ല കാര്യം തന്നെ നല്ലതാണെന്ന് എല്ലാവരും ചിന്തിക്കണമെന്നില്ല. അപ്പം പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൂടി ചേർന്ന് തന്നെയാണല്ലോ ഈ സമൂഹം. അപ്പം നമ്മളങ്ങനെ അതിനെ കണ്ടാൽ അവിടെ പ്രശ്നങ്ങളില്ല എപ്പോഴും. ഇപ്പം പൊതുവെ ഇപ്പം കാണുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാകുന്നത് ഈ സമൂഹത്തിൽ വന്ന് ആരെന്ത് നല്ല കാര്യം ചെയ്താലും ആ നല്ലതെന്ന് പറയുന്നതും ഒരു വിഭാഗം ആൾക്കാർ, അതിൽ കൂടുതൽ വന്നിട്ട് അതിനെ കുറ്റപ്പെടുത്തുകയും അത് ശരിയല്ല എന്ന് പറയുന്നതും നിറയെ ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉള്ളൊരു രണ്ട് വിഭാഗം ആൾക്കാരും കലർന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളില്ലല്ലോ. അത് ഇല്ലാത്തതായിരിക്കും എനിക്ക് തോന്നുന്നു. സിബിനെല്ലാം വെളിയിൽ നിന്ന് സിബിനെ എല്ലാ കാര്യങ്ങളും കണ്ടു. ഈ കുറേ ബിഗ് ബോസിലെ ഇത്രയും ഒരു 10-30 ദിവസത്തെ എല്ലാ കാര്യങ്ങളും കണ്ടു കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലാലേട്ടൻ്റെ ഈ ഒരു പണിഷ്മെൻറ്റും അല്ലെ ആ വഴക്ക് പറഞ്ഞതും ഇങ്ങനെയൊക്കെ ഇതുള്ളതും പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് ആൾക്കാർ ഇവരൊക്കെ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയൊക്കെയാണ് ഇവരെ എതിരാളികളെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ഒന്ന് പറഞ്ഞെന്നോ കേട്ടെന്നോ ഒക്കെ വെച്ചിട്ട് ഇത്രയും ഇതാവേണ്ട ആവശ്യമില്ലായിരുന്നു തന്നെ എനിക്കത് തോന്നുന്നത്. ഇത്ര മനസ്സിന് വന്ന ബിഗ് ബോസ് വീടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും ഇങ്ങനെയുള്ള പണിഷ്മെൻ്റൊക്കെ സഹിച്ചു പോകുന്നത് തന്നെയാണെന്ന് ഇവർക്കൊക്കെ അറിയാമല്ലോ. സിബിനൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പേഴ്സണൊക്കെയാണ്. അല്ലാതെ അവരൊന്നും ഇതില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും നല്ല പ്ലേയേഴ്സായിരുന്നു. പൂജയാണെങ്കിൽ തന്നെയും അപ്പം എല്ലാവരിലും ഇവർ രണ്ടുപേരിലും നിറയെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ ആയിപ്പോയി. പൂജയ്ക്ക് തീരെ വയ്യ. പൂജ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് വെളിയിൽ കൊണ്ടുപോയി. ആൾക്കാർ വന്ന് ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് സ്ട്രെച്ചറിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അറിയത്തില്ല പൂജയുടെ കാര്യം. ഭയങ്കര ഈ ഡിസ്കൊക്കെ ബൾജായ ഡിസ്കിന് വന്ന് അങ്ങനെ നീരൊക്കെ വെച്ച് കഴിഞ്ഞാലേ അത് താങ്ങാൻ പറ്റാത്ത വേദനയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പൂജ അങ്ങനെ പോയി. ഇപ്പോൾ സിബിന് നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു രണ്ടുപേരും. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ സിബിനാണെങ്കിൽ കൺസെഷൻ റൂമിലിരിക്കുകയാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് ആണെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സിബിൻ പറയുന്നത് എനിക്ക് ഇവിടുത്തെ ക്യാമറയെല്ലാം എനിക്ക് പേടിയാണ്. എനിക്കിവിടുത്തെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് അരോചകമായിട്ട് തോന്നുന്നുള്ള രീതിയിൽ പറയുന്നു. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന കാര്യമാണ് സിബിന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ സിബിന് ക്യാമറയെ പേടിയാണ്. ഇവിടെ ഉള്ള ആൾക്കാരുടെ സൗണ്ടുകളൊന്നും സിബിനെ ഇഷ്ടപ്പെടുന്നില്ല. ആരും സംസാരിക്കുന്ന അങ്ങനെയുള്ള സൗണ്ടുകൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മൂഡിലാണ് സിബിനിപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തലേദിവസം ഇന്നലെയാണ് ലാലേട്ടൻ ഇങ്ങനെയൊക്കെ പണിഷ്മെൻറ്റ് കൊടുത്തതും ഇങ്ങനെ കുറച്ചൊക്കെ വഴക്ക് പറഞ്ഞതും. പക്ഷേങ്കിൽ ഇന്ന് തീരെ സിബിനങ്ങ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഉള്ള അവിടെ ഇരുന്ന കരയാണ്. അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ശ്രീരേഖയും അൻസിബയും ഹൃഷിയും കൂടെ ഒരിടത്തിരുന്ന് ഈ സിബിൻ്റെ കാര്യം പൂജയുടെ കാര്യം പറയാൻ ഇവർ രണ്ടുപേരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സംഭവങ്ങൾ സിബിൻ ഇങ്ങനെ പൂജയ്ക്ക് ഇങ്ങനെ വയ്യാതെ പോയ കാര്യമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു.
പിന്നെ അതിനുശേഷം ബിഗ് ബോസ് ആണെങ്കിൽ എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയേക്കുന്നു. അപ്പം കൂട്ടത്തിൽ നോക്കുമ്പോൾ സിബിനും ഉണ്ട്. അപ്പോൾ സിബിനെ കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് വിട്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ സിബിൻ അവിടെ വന്നിരിക്കുന്നു. സിബിൻ അവിടെ ഇരിക്കുമ്പം തന്നെ സിബിന് കൈ രണ്ടും തലയിൽ കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. അവർ പറയുന്നതൊന്നും കേൾക്കുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. സിബിന് ഭയങ്കരമായിട്ട് ശല്യമായ മാതിരിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് കൈ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നു, ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ബിഗ് ബോസ് പറയുന്നു ഈ അടുത്ത ക്യാപ്റ്റൻ ഇപ്പോൾ ജിൻഡോയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പിന്നെ ശ്രീതു ക്യാപ്റ്റനായി. അപ്പോൾ ജിൻഡോ ശ്രീതുവിന് ക്യാപ്റ്റൻഷിപ്പ് കൈമാറുന്ന ഒരു ഇതുണ്ട്, രീതി. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ഇതുണ്ട്, ബെൽറ്റ് മാതിരി ഒരു ഇതുണ്ട് ക്യാപ്റ്റൻഷിപ്പിൻ്റെ. അപ്പോൾ അതാണ് ജിൻഡോയാണ് ശ്രീതുവിൻ്റെ കൈ കെട്ടി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങ്. അതിനുശേഷം പിന്നെ നിങ്ങൾ പവർ ടീമിലേക്ക് ഒരാളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വേണമെങ്കിലും എണീക്കാന്നുള്ള. അപ്പോൾ ഇപ്പം എഴുന്നേറ്റ് നിന്നേക്കുന്ന ഗബ്രിയും ജിൻഡോയും എഴുന്നേറ്റിട്ടുണ്ട്. ജിൻഡോയ്ക്ക് പവർ ടീമിൽ കയറി പറ്റണമെന്ന് താല്പര്യമുണ്ട്. കാര്യം ഇപ്പോൾ ക്യാപ്റ്റൻഷിപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത ശ്രീതുവാണ്. അപ്പം ജിൻഡോയ്ക്ക് പവറൊക്കെ പോയി, ക്യാപ്റ്റനും ആയിരുന്നല്ലോ, അപ്പോൾ ആ പവറും പോയി. അപ്പോൾ ഇനി ജിൻഡോയ്ക്ക് എങ്ങനെയും പവർ ടീമിൽ കയറി പറ്റിയാൽ ഒരു പിടിവള്ളി ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ കയറി പറ്റാൻ നോക്കുന്നു. പക്ഷേ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിരിക്കുന്നുണ്ട് ജിൻഡോയുടെയും. അപ്പം അങ്ങനെ ഗബ്രി, ജിൻഡോ, അഭിഷേക്, ജയദീപും നന്ദനയും ഇവർ 4 പേരുമായി ഇപ്പോഴത്തെ ഇതിൽ പവർ ടീമിൽ കയറി പറ്റാൻ ആഗ്രഹമുണ്ടെന്ന രീതിയിൽ എണീറ്റേക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ടാസ്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജയിക്കുന്ന ഒരാളെ മാത്രമാണ് പവർ ടീമിലേക്ക് എടുക്കുക. അപ്പോൾ അത് എപ്പോഴാണെന്ന് പറയാമെന്നാണ് ഇപ്പം ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്.